നമസ്കാരം. ഒരു മാസത്തിൽ വിഷ്ണു പ്രീതിക്കായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഏകാദശി. ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഏകാദശി വരുന്നതുമാണ്. ഇതിൽ ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകുന്നതുമാണ്. വിഷ്ണു ഭഗവാൻ സകല സൗഭാഗ്യങ്ങളും നൽകുന്നതായ ദേവനാകുന്നു. എവിടെ വിഷ്ണു ഭഗവാൻ വസിക്കുന്നുവോ ആ സ്ഥലങ്ങളിൽ ലക്ഷ്മി ദേവിയും വസിക്കും. അതിനാൽ ചില കാര്യങ്ങൾ വീടുകളിൽ ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഫലം വന്നു ചേരും. ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ 2 കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിയുന്നതിനും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച വളരെ വേഗം വന്നു ചേരുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം. ജൂൺ 17 രാവിലെ അഥവാ വെളുപ്പിന് 4:43 തിഥി ആരംഭിക്കുന്നതാണ്. ശേഷം ജൂൺ 18 രാവിലെ 6:24 തിഥി അവസാനിക്കുന്നതുമാകുന്നു. പാരണ സമയം വരുന്നത് ജൂൺ 19 രാവിലെ അഥവാ വെളുപ്പിന് 5:08 മുതൽ രാവിലെ 7:28 വരെയുള്ള സമയത്താകുന്നു. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് നിർജ്ജല ഏകാദശി. ഭഗവാന് ഏറ്റവും സവിശേഷപ്പെട്ടതായ ഏകാദശികളിൽ ഒന്നുകൂടിയാണ് നിർജ്ജല ഏകാദശി. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരമായി മാറും എന്നാണ് പറയുക. കാരണം ചില അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക. മോക്ഷപ്രാപ്തിയാണ് പ്രഥമമായും നിങ്ങൾക്ക് വന്നു ചേരുക. മോക്ഷം ലഭിക്കും. കൂടാതെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. ആഗ്രഹ സാഫല്യം സംഭവിക്കും. കൂടാതെ ദുഃഖ ദുരിത നിവാരണത്തിനും ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത്. എന്നാൽ ഇന്നേ ദിവസം ഒരിക്കലും എടുക്കാവുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അപ്രകാരം ചെയ്യുക. ഉപവാസം സാധിക്കുന്ന ഏവരും ഉപവാസം തന്നെ അനുഷ്ഠിക്കുക. മുൻപ് വ്രതമെടുക്കുന്നവർ അഥവാ മുൻപ് വ്രതമെടുത്ത് പരിചയമുള്ളവരാണ് എങ്കിൽ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. ആരോഗ്യം അനുസരിച്ച് ചെയ്യുക. നിർജ്ജല ഏകാദശിക്ക് നിർജ്ജല വ്രതം ആവശ്യമാണ്. എന്നിരുന്നാലും ഏവർക്കും അത് സാധ്യമാകണം എന്നില്ല. അതിനാൽ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് കാരണമായി തീരും. ആരോഗ്യം അനുസരിച്ച് ചെയ്യുക. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇനി രാവിലെ ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ സന്ധ്യാസമയത്തെങ്കിലും ദർശനം നടത്തുവാൻ അഥവാ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശന സമയം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം 108 തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വിഷ്ണു സഹസ്രനാമം രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ആ വീടിന് എത്ര വലിയ ദോഷമുണ്ട് എങ്കിലും അത്തരത്തിലുള്ള ദോഷങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതിനും ഭാഗ്യം, ഉയർച്ച, സന്താനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, രാജഗോപാലാർച്ചന എന്നിവ ഇന്നേ ദിവസം കുടുംബാംഗങ്ങളുടെ പേരിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം വൈകുന്നേരം ദീപാരാധന തൊഴുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രമേൽ സവിശേഷമാണ് ഇന്നേ ദിവസത്തെ ദീപാരാധന എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം മുപ്പട്ട ചൊവ്വയും ഏകാദശിയും കൂടി വരുന്നതിനാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസം 2 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേവീക്ഷേത്രത്തിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും ഇപ്രകാരം ഇന്നേ ദിവസം ചെയ്യുക. ഇന്നേ ദിവസം നിങ്ങൾ ധരിക്കുന്നതായ വസ്ത്രത്തിനും വലിയ പ്രാധാന്യമുണ്ട്.
മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്നേ ദിവസം അണിയുന്നതിലൂടെ പെട്ടെന്ന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക. ഭാഗ്യത്തെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം ഇരട്ടിക്കുവാനും ആഗ്രഹ സാഫല്യത്തിനും സഹായകരമാണ് ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്നും വിശ്വാസമുണ്ട്. വിളക്കിൽ നെയ്വിളക്ക് തന്നെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതി കടന്നുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സകല ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം വീടുകളിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അത്തരത്തിൽ വിളക്ക് തെളിയിക്കാം. വീടിന്റെ കിഴക്ക് ദിശയിലും വടക്ക് ദിശയിലും ഒരു ചില്ല് ഗ്ലാസിൽ ജലം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഈ ജലത്തിൽ കല്ലുപ്പ് കൂടി ഇട്ട് വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇന്ന് വൈകുന്നേരം ഇപ്രകാരം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സകല ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. ഭാഗ്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക. അതിനാൽ ഈ കാര്യം പ്രത്യേകിച്ചും ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ജലം അടുത്ത ദിവസം തന്നെ കളയേണ്ടതാകുന്നു. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കളയുന്നതാണ് ഏറ്റവും ശുഭകരം. പടിഞ്ഞാറ് ഭാഗത്ത് ഈ ജലം ഒഴിച്ചു കളയുക. കടത്താൽ വലിയുന്നവർ ഈ പരിഹാരം ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. ഒരു പിടി കടല ഇന്നേ ദിവസം നിങ്ങൾ സമർപ്പിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശേഷം നാളെ ഈ കടല ജലത്തിൽ ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്ത് കളയുന്നതും ശുഭകരമാകുന്നു. ചെടിച്ചട്ടിയിൽ ഇടുന്നതും ശുഭകരം തന്നെയാണ്. കടം പെട്ടെന്ന് മാറുവാനും പണം ഒരു പരിധിവരെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനും ഇപ്രകാരം ചെയ്യുന്നത് സഹായകരം തന്നെയാകുന്നു. ഇതിനായി പ്രത്യേകം കടല വാങ്ങണം എന്നില്ല. വീട്ടിൽ ഉപയോഗിക്കുന്നതായ കടലയിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ പുതിയത് തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.